അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസുലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ആദരവോടുകൂടെ സ്മരിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ പ്രദേശത്തും അത്തരക്കാരായ ധാരാളം ആളുകളെ നാം ഒക്കെ ഓർക്കുന്നുണ്ടാവും. സ്മരിക്കപ്പെടുന്നവരിൽ ഏറ്റവും അത്യുന്നതനാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിയെ ആദരവോടെ സ്മരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം അർപ്പിച്ച സേവനങ്ങളാണ് എങ്കിൽ എന്തുകൊണ്ടും സ്മരിക്കപ്പെടേണ്ടത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ജീവിതകാലത്തും തുടർന്ന് നാളെ പാരത്രിക ലോകത്തും ഓരോ മുസ്ലിമിൻ്റെയും വിജയത്തിന് അത്താണിയാവുന്നത് മഹാനായ തങ്ങൾ തന്നെയാണ്. നാളെ മഹ്ശറ ലോകത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ മുന്നിൽ ചെന്ന് ജനങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ റബ്ബിനോടൊന്ന് നിങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാനതിന് യോഗ്യനല്ലെന്നും എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ തന്നെ പേടിയിലാണെന്നും പറഞ്ഞ് കഴിയുമ്പോൾ അവസാനം ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യൗമ യദ്ഉ ആദമും വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ കൗമിയ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വന്ന മുഴുവൻ പ്രവാചകന്മാരും സ്വന്തം ശരീരത്തിൻ്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി, സ്വന്തം ശരീരത്തിന് വേണ്ടി നിലവിളിക്കുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായം എൻ്റെ സമുദായം എന്ന് പറയുന്ന ഏക പ്രവാചകൻ അതാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ തങ്ങളുടെ പേരിലുള്ള മൗലിദ് ആഘോഷം നമ്മുടെ മദ്രസ കുട്ടികളുടെ നേതൃത്വത്തിൽ തുടങ്ങുകയായി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും, ഈ നാട്ടിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരോടും ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുട്ടികളുടെ പാട്ടിൽ നിന്ന്, അത് കേട്ട് ആനന്ദിക്കുന്നതിൻ്റെ അപ്പുറം അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കാൻ നാം ശ്രദ്ധിക്കണം. മഹാനായ നബി തങ്ങൾ കാണിച്ചു തന്ന പാത മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കണം. അത് പിൻപറ്റി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിനുള്ള ഏക മാർഗം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.